പുഴയിൽ കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിലകപ്പെട്ട 12കാരനെ രക്ഷിച്ച മുരളിയെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നെന്മാറ പാടത്തെ വിനോദിന്റെ മോൻ അശ്വിൻ കൃഷ്ണനെയാണ് മുരളി കൃത്യസമയത്ത് വെള്ളത്തിൽ ചാടി രക്ഷിക്കുകയും പ്രാഥമിക ചികിത്സയടക്കം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ, വല്ലങ്ങി ഏരിയ ജനറൽ സെക്രട്ടറി ബി മുരളി, BJP പ്രവർത്തകരായ സിജിത്ത്, ഉണ്ണി, മണികണ്ഠൻ, മുരുകേശൻ, കൃഷ്ണൻകുട്ടി, ബൈജു, രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ഞാൻ ഫസ്റ്റ് എത്തിയപ്പോൾ ഈ കൂടെ കുളിച്ചവൻ എൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. അവൻ എത്തിയപ്പോൾ അങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഞാനുള്ള ഡ്രസ്സ് അവിടെ ചാടി നമുക്ക് പറഞ്ഞ പണ്ട് മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയണമുണ്ട്. പേടിയില്ല, ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ തപ്പുക. നേരത്തെ പറഞ്ഞ മണലുള്ളത് കൊണ്ട് നമുക്ക് ഈ വെളിച്ചം കിട്ടും. ഇപ്പൊ പാളയും ചളിയാണ്, വെളിച്ചം കിട്ടില്ല. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ തപ്പി ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നീന്തുമ്പോ അവന്റെ കാലിൽ കിട്ടണം. ഈ കാലില് പിടുത്തം കിട്ടിയതോ അങ്ങനെ പൊക്കിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കോണിക്കുണ്ടിൽ കൂടെ കയറാൻ കിട്ടില്ല. അപ്പൊ എന്നൊപ്പം വന്നു, അവര് ഓടി വന്നു. അവരിങ്ങനെ ആ കുട്ടിനെ വാങ്ങി പാറയിൽ കിടന്നു. ഞാൻ പാറയിൽ കിടത്തി നോക്കുമ്പോൾ എനിക്ക് കണ്ണുമില്ല, ശരീരമൊക്കെ തലയും കൈയും കാലൊക്കെ പോയി. അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് എന്താ ചേച്ചി പറഞ്ഞു മരിച്ചു തോന്നുന്നു, എന്ത് ചെയ്യും പറഞ്ഞു ഒരേ നിലം. ലാസ്റ്റ് ഒരു മൂവ്മെന്റിൽ അവന് വായു തുറന്നുകൊണ്ട് ഞാൻ ബലൂണിൽ ഊതുന്ന പോലെ ഓക്സിജൻ കൊടുത്തുകൊണ്ടേയിരുന്നു. കൊടുത്തപ്പോൾ അവൻ്റെ വയറിങ്ങനെ നമ്മുടെ ഊതുന്ന ഓക്സിജനിൽ വയറ് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ച് കുറേ ആയതും ജസ്റ്റ് കുറിച്ച് രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത് പുഷ് ചെയ്തതും പിന്നെയും ഓക്സിജൻ കൊടുത്തതും പെട്ടെന്ന് ഛർദ്ദിച്ചു. 2 ആഴ്ച മുൻപ് കൂട്ടുകാരനുമൊത്ത് ഗായത്രി പുഴയിൽ കുളിക്കാനിറങ്ങിയ അശ്വിൻ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. കൂട്ടുകാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ മുരളി വെള്ളത്തിൽ ചാടുകയും അശ്വിനെ രക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രാഥമിക ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ശേഷം നെന്മാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു അശ്വിൻ. 4 ദിവസം മുൻപാണ് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ എത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.